എടാ ഇത് നമ്മുടെ ഡൈ ചെയ്തിട്ടുള്ള ഗ്ലിറ്റേഴ്സിന്റെ ഗ്ലിറ്റേഴ്സിന്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഓക്കെ. ഇത് നിനക്ക് വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഇല്ല, അറിയില്ല. എങ്ങനെ ഡ്രൈ വാഷ് ഡ്രൈ വാഷും അറിയില്ല, ഡ്രൈ ക്ലീനിങ് എങ്ങനെ ചെയ്യണമെന്ന് കസ്റ്റമേഴ്സിന് പറയാം. ഓക്കെ. കുറേ കസ്റ്റമേഴ്സിന്റെ ഡൗട്ടാണ് ഡ്രൈ വാഷ് എന്താ, ഡ്രൈ ക്ലീനിങ് എന്താ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ, ഏതൊക്കെ പ്രൊഡക്റ്റ് ഡ്രൈ വാഷ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. എപ്പോഴും നമ്മൾ പലരോടും പറയുമ്പോൾ ഡ്രൈ ക്ലീനിങ് ഡ്രൈ വാഷ് എന്നൊക്കെ പറയുമ്പോൾ കൺഫ്യൂഷൻ വരാൻ ഒരുപാട് പേർക്ക് അറിയാവുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്കിത് പറഞ്ഞു കൊടുത്താലോ? എനിക്കറിയാവുന്ന നോളജ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഡ്രൈ വാഷും ഡ്രൈ ക്ലീനിങ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാം. അത് രണ്ടും സെയിം പ്രോസസ്സ് തന്നെയാണ്, നമ്മൾ രണ്ടായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു പ്രൊഫഷണലായിട്ട് പറയുന്നതാണ് ഡ്രൈ ക്ലീൻ എന്ന്, അല്ലാതെ ഡ്രൈ വാഷ് എന്ന് നമ്മൾ നോർമലായിട്ടും പറയാറുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചില പ്രൊഡക്റ്റുകൾ ഡ്രൈ വാഷ് മസ്റ്റായിട്ട് ഡ്രൈ വാഷ് ചെയ്യണമെന്ന് പറയാറില്ലേ? പ്രത്യേകിച്ച് ടസേഴ്സും സിൽക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഡ്രൈ വാഷ് ചെയ്യണം. ഡ്രൈ വാഷ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ വിത്തൗട്ട് വാട്ടറാണ് വാഷ് ചെയ്യുന്നത്. അവർ കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ അഴുക്ക് ഡേർട്ടൊക്കെ കളഞ്ഞിട്ടാണ് അത് വാഷ് ചെയ്യുന്നത്. വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ടല്ല അത് വാഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡ്രൈ വാഷ് എന്നല്ലെങ്കിൽ ഡ്രൈ ക്ലീൻ എന്ന് പറയുന്നത്. അപ്പം ചില പ്രൊഡക്റ്റുകൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ ബ്ലീഡ് ആവാൻ സാധ്യതയുണ്ട്, അതിൻ്റെ ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സിൽക്ക് സാരീസ് അല്ലെങ്കിൽ സിൽക്കി പ്രൊഡക്റ്റ്, സിൽക്കായിട്ടുള്ള ടസർ സിൽക്ക് അങ്ങനത്തെ പ്യുവർ സിൽക്ക് ഫോം ഓഫ് സെറ്റ്സൊക്കെ അങ്ങനെ വരും. അതുപോലെ തന്നെ പ്യുവർ ക്രേപ്പ് ചില ഡ്രസ്സ് കണ്ടിട്ടില്ലേ നമ്മൾ തയ്ച്ചൊക്കെ ഇട്ട്, അപ്പോൾ നല്ല അടിപൊളിയായിരിക്കും. വാഷ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിപ്പോവും, ഫാബ്രിക് നല്ല ചുരുങ്ങിപ്പോവും. അതുകൊണ്ടാണ് ചില കുർത്തീസിന് നമ്മൾ പറയില്ലേ സ്റ്റീം അയൺ ചെയ്യണമെന്ന്. അപ്പോൾ ആ സ്റ്റീം അയൺ ചെയ്യുമ്പോൾ നല്ലതായിട്ട് നേരെ വരും. അതല്ല നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യുന്നതെങ്കിൽ അതിന് ചുരുങ്ങുകയോ അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്രൊഡക്ട്സ് നോക്കി എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ടാഗോ എന്തെങ്കിലും ഇപ്പോൾ കുർത്തീസിലൊക്കെ ചിലതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും ഡ്രൈ വാഷ് ഉള്ളിന്ന്, അങ്ങനെയുള്ളത് നിങ്ങൾ ഡ്രൈ വാഷ് തന്നെ ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് കുറേ കാര്യങ്ങൾ ആക്ച്വലി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുണ്ട്. ഞാനിത് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പറയും. അപ്പോൾ ഷോർട്ടാക്കിയാണ് കേട്ടോ പറയുന്നത്. പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചില പ്രൊഡക്റ്റിൽ പ്രത്യേകിച്ച് വൈറ്റ്, അതൊക്കെ നമ്മൾ കോമൺ സെൻസ് തന്നെ യൂസ് ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്. വൈറ്റിൻ്റെ കൂടെ വേറെ കളേഴ്സ്, ഇപ്പോൾ ബോട്ടം വേറെ കളറാണെങ്കിൽ അതും ഇതും കൂടി ഒരുമിച്ച് ഡിപ്പ് ചെയ്ത് വെള്ളത്തിൽ വെച്ചാൽ അത് കളർ ബ്ലീഡ് ആവും. അത് വേറൊരു കാര്യം കേട്ടോ, ഡ്രൈ വാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, അത് ഞാൻ ഓർത്തപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം ഇതാണ്. ഡ്രൈ വാഷും ഡ്രൈ ക്ലീനും വ്യത്യാസമല്ല. ഡ്രൈ വാഷ് എന്ന് പറയുന്നത് വിത്തൗട്ട് വാട്ടറാണ് ചെയ്യുന്നത്, ഡ്രെയിൻ റിമൂവ് ചെയ്ത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് നമ്മൾ മാക്സിമം ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ടസറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ അത് ഞാനിപ്പം മിക്കതിലും മെൻഷൻ ചെയ്യാണ്ട്, കാരണം നമ്മൾ ഓരോ പ്രൊഡക്റ്റും എങ്ങനെ കെയർ ചെയ്യുന്നു, എങ്ങനെ വാഷ് ചെയ്യുന്നു എന്നുള്ളതിലായിരിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റിയും ആ ഒരു ക്വാളിറ്റി അല്ല, ആ ഫാബ്രിക് ലാസ്റ്റ് ചെയ്യുക നമ്മൾ വാഷ് ചെയ്യുന്നതും കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ കോട്ടൺസോ അല്ലെങ്കിൽ പോളിസ്റ്റർ ടൈപ്പോ അല്ലെങ്കിൽ ഷിഫോൺ ടൈപ്പോ അങ്ങനത്തെയൊക്കെ സെറ്റ്സ് ആണെങ്കിൽ നമുക്ക് റെഗുലർ നോർമൽ വാഷ് ചെയ്തെടുക്കാം. പിന്നെ കോട്ടൺ സെറ്റ്സ് കെയർ ചെയ്യുന്നത് ഞാൻ പറയാറുണ്ട്, പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കുക, അതുപോലെ തന്നെ തിരിച്ചിട്ടുണക്കുക, ഷെയ്ഡിലിട്ടുണക്കുക, ഇതൊക്കെ പറയും. ലൈനിങ് വെച്ച് തയ്ക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കെയറിങ് ആണ് അതൊക്കെ വരുന്നത് ഫാബ്രിക്. അപ്പോൾ ഓരോ ഫാബ്രിക്കും കെയർ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഡ്രൈ വാഷ് ചെയ്യേണ്ട ഐറ്റംസ് ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യുക, അപ്പം നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ബോട്ടംസ് വേറെ കളറായിരിക്കും. അപ്പോൾ നമ്മൾ പറയാം അതിൻ്റെ പൈപ്പിംഗ് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇപ്പം ലൈറ്റ് കളറിലേക്ക് ഡാർക്ക് കളർ പൈപ്പിംഗ് വെക്കാൻ പറയാറുണ്ടല്ലോ. അപ്പം നമ്മൾ നോക്കണം ഈ കളർ ബോട്ടത്തിൻ്റെ ഫാബ്രിക് കളർ ഇളകുന്ന വെച്ചാൽ, ഇപ്പം നമുക്ക് ഇവിടെ ടൈലേഴ്സ് അല്ലെങ്കിൽ ഡിസൈനേഴ്സ് പറയാറുണ്ട് ഇത് കളർ ഇളകും മേഡം നമ്മളിത് വെക്കണ്ടാന്ന്. ചിലർ പറയാറില്ല. അപ്പം നിങ്ങളത് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പൈപ്പിംഗ് ഒക്കെ വെക്കുമ്പോൾ കളർ ഇളകുന്ന ഫാബ്രിക് ആണെങ്കിൽ വെക്കാതിരിക്കുക, കാരണം അത് ഡിപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഈ പൈപ്പിംഗ് കളർ ഇളകും, ആ ഡ്രസ്സ് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതാവും. അതുപോലെ തന്നെ റെഡിമെയ്ഡ്സിൽ വരുമ്പോഴും വൈറ്റിൽ നല്ല കളർഫുൾ വർക്കൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. അതൊക്കെ മാക്സിമം ഡ്രൈ വാഷ് ചെയ്യുന്നതാണ് നല്ല. അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യുക. ഫസ്റ്റ് കളർ ഗാർഡ് യൂസ് ചെയ്തിട്ട് അങ്ങനെ വാഷ് ചെയ്തെടുക്കുക. പ്രീമിയം ആയിട്ടുള്ളത് നല്ല നമ്മൾ പുറത്തേക്ക് ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്നതൊക്കെ വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ വാഷ് തന്നെ ചെയ്യുക. ഇപ്പോൾ സെർവൻ്റൊക്കെയാണ് വാഷ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് ഫാബ്രിക്കിനെ കുറിച്ച് നല്ല അറിവുണ്ടാവില്ല, ഏത് പ്രൊഡക്റ്റ് എങ്ങനെ വാഷ് ചെയ്യണം എന്നൊക്കെ. നമ്മൾ തന്നെയാണ് വാഷ് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് ഞാൻ കുറേ എൻ്റെ ഐറ്റംസ് വീട്ടിൽ ഞാൻ തന്നെ വാഷ് ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഡിപ്പ് ചെയ്ത് വാഷ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ മാക്സിമം ടസേഴ്സും അങ്ങനത്തെ ഒക്കെ തന്നെ നമ്മൾ പുറത്ത് കൊടുത്ത് തന്നെ ഡ്രൈ വാഷ് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. പിന്നെ അത്രയും കോൺഫിഡൻ്റ് ആണ് പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളവർ ചെയ്യുക. പക്ഷേ ലാസ്റ്റിങ് നമ്മൾ
ഇത് തന്നെ ചെയ്യുക കേട്ടോ, ഡ്രൈ വാഷ് തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഫാബ്രിക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ കോട്ടൺസ് അങ്ങനത്തെ ഫാബ്രിക്കുകളായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഡൈ ചെയ്ത് വരുന്നതുകൊണ്ട് പ്യുവർ ഫോം ഓഫ് ക്രേപ്പ് തന്നെ ഡൈ ചെയ്യുന്നുണ്ട്, ഡൈ ചെയ്ത് പല പല കളേഴ്സിലാക്കി ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, റെഡ്, ബ്ലൂ അങ്ങനത്തെ കളേഴ്സ് കോമൺ കളേഴ്സില്ല. അപ്പോൾ അതുകൊണ്ടാണ് അന്നത്തെ ഫാബ്രിക്കൊക്കെ ലാസ്റ്റ് ചെയ്യും. ചുമ്മാ വാഷ് ചെയ്താൽ അലക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്താലും പോലും ഒരു കുഴപ്പം വരില്ല കോട്ടൺസിനൊക്കെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ പല ഓരോ ദിവസം വെറൈറ്റി ഓഫ് ഫാബ്രിക്സാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്ത് വാഷ് ചെയ്താൽ മാത്രമാണ് ലാസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഡ്രസ്സസ് എടുക്കുമ്പോൾ നോക്കിയിട്ട് ഏത് ഫാബ്രിക്കിന് എങ്ങനെ വാഷ് ചെയ്യണം എന്നറിഞ്ഞിട്ട് തന്നെ ഓരോന്ന് യൂസ് ചെയ്യട്ടോ. ഡ്രൈ വാഷിൻ്റെ ഒരു ചെറിയ എന്താ പറയുക നോളജാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ അറിയാമെന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്.